السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ലാസ് റൂമിൽ എത്തുന്നത്. സാധാരണ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തിരക്കുകളും അതേപോലെ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ പരിമിതികളൊക്കെ നമുക്കറിയാം. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് കാലം കൂടെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നാട്ടിൽ പോയാലും ഇൻഷാ അല്ലാഹ് ബൈലക്സിൽ പരമാവധി സമയം ശ്രദ്ധിക്കുവാനും സാന്നിധ്യം അറിയിക്കുവാനൊക്കെ ശ്രമിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു പ്രോഗ്രാമിൽ ഇതിൽ ഔപചാരികത സഹോദരൻ ഞാൻ ശൈശലിനോട് പറയായിരുന്നു. ഞാനതിലെ ഒരംഗം എന്ന നിലയിൽ ഒരു ഔപചാരികതയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സംവിധാനം നമ്മുടെയൊക്കെ കഴിവിന്റെ പരമാവധി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബലപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ രൂപത്തിലാണ്. പല നാട്ടിൽ ജനിച്ച ആളുകളാണ്, പല ഭാഷ സംസാരിക്കുന്നവര്, വ്യത്യസ്തമായ സംസ്കാരങ്ങളിലും ഗോത്രങ്ങളിലും വർണ്ണങ്ങളിലുമൊക്കെയുള്ള ആളുകൾ. വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടിയും നിങ്ങളുടെ വിലാസം മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമാകുന്നു ഈ വൈജാത്യങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത്. സൂറത്ത് ഹുജറാത്തിൽ നമ്മൾ പഠിച്ച ഒരായത്താണ്. ഈ വിഭിന്നമായ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും ശൈലികൾക്കുമൊക്കെ ഇടയിലും മനുഷ്യർ ഒന്നാകണം എന്ന് തന്നെയാണ് ഇസ്ലാം അവരോട് പറയുന്നത്. ഏകമാനവത അല്ലെങ്കിൽ ഏകമാനവികത എന്നൊക്കെ നമ്മൾ സാധാരണ ഉറക്കെ പറയാറുള്ള, നമ്മൾ പ്രബോധനം നടത്താറുള്ള ആശയം അതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായില് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നമുക്കൊക്കെ കാണാതെ അറിയുന്ന ഒരു ആയത്താണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും പ്രവാചകൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടല്ലാതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഭിന്നരാണെങ്കിലും പല ഭാഷ സംസാരിക്കുന്നവരും പല ദേശക്കാരും പല ഗോത്രക്കാരും പല സ്വഭാവക്കാരും ഒക്കെ ആണെങ്കിലും ശരി, എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു കയർ, ഒരു പാശം, ഒരു ആദർശമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ ആദർശം തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, താങ്കൾക്ക് മുമ്പും ഇതേ ആദർശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒന്നാക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ തത്വം മനുഷ്യന്റെ എല്ലാ ഭിന്നതകളിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നതാണ്. ഈ വിഷയത്തിൽ ഒന്നായി കഴിഞ്ഞാൽ അതാണ് സത്യത്തില് ഏകമാനവികത എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആദർശം. അതിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ വിശാലതയും മഹത്വവും പ്രകാശവുമുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഏറ്റവും വലിയ ശത്രുതയോടുകൂടിയും അത് പിന്തിരിപ്പൻ ആശയമാണ് എന്ന രൂപത്തിലുമൊക്കെയാണ് പലപ്പോഴും പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യരെല്ലാവർക്കും ഈ ഒരു പോയിന്റിൽ ഒന്നിക്കാൻ സാധിക്കും. വർഗീയതയില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത
കാലത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ പരിമിതികളില്ലാത്ത, അതാണ് മക്കയിലും മദീനയിലുമൊക്കെ നമ്മൾ പോകുമ്പോ പലപ്പോഴും ഹറമിന്റെ വാതിലിന്റെ അടുത്തൊരു 10-15 മിനിറ്റ് നിന്നാൽ മതി. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ആ വിഷയത്തെ പഠിക്കാൻ സാധിക്കുക. എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞ വളരെ ചെറിയ ഒരു മുഖം, ചെറിയൊരു സ്ഥലത്താണ് അള്ളാഹുവിന്റെ ആ സൃഷ്ടിപയോഗത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. എല്ലാവർക്കും ഒരു മൂക്കാണുള്ളത്, പക്ഷെ ആ മൂക്ക് വെച്ചിരിക്കുന്ന സ്ഥലവും വ്യത്യസ്തമല്ല. എല്ലാവരുടെ കണ്ണും ഇരിക്കുന്നത് ഒരേ സ്ഥലത്താണ്. എല്ലാവരുടെയും കണ്ണുകൾ, എല്ലാവർക്കും 2 ചുണ്ടുകളാണ്, അതിന് ഒരേ സ്ഥാനമാണ്. എല്ലാവർക്കും അള്ളാഹു നൽകിയിരിക്കുന്നത് ഒരേ നാസാരന്ധ്രങ്ങളാണ്, 2 ദ്വാരമുള്ള നാസാരന്ധ്രങ്ങൾ. എന്നിട്ടും ഇത്ര ചെറിയ ഒരു പ്രതലത്തിൽ എത്രമേൽ വൈജാത്യങ്ങളാണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ വ്യത്യസ്തരാണെങ്കിലും അവരെ യോജിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ആദർശം എന്ന് പറയുന്ന കാമ്പും കരുത്തുമുള്ള ഒരു പദമാണത്. അത് ചെറിയ ഒരു പദമല്ല. ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ഒരേ ചരടിലെ മുത്തുമണികളെപ്പോലെ കോർത്തിണക്കുവാൻ കഴിയുന്ന ഒരു മഹാപദാവലിയുടെ പേരാണ് ആദർശം എന്ന് പറഞ്ഞാൽ. ലോകത്തുള്ള പ്രവാചകന്മാർ അത് പ്രായോഗികമാണ് എന്ന് തെളിയിച്ച മഹാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് ഈ അറേബ്യയുടെ ഭൂമികയിൽ അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടാണ് മരിച്ചുപോയത്. അപ്രായോഗികമല്ല എന്നല്ല, അപ്രായോഗികമായ ഒന്നാണെങ്കിൽ അതിന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തെളിയിച്ചു. അതാണ് ആദർശത്തിന്റെ വഴി. ഈ വഴിയിൽ എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന ചോദ്യത്തിന് രണ്ടാമത് ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പല ഉത്തരങ്ങൾ പറയും. പക്ഷെ ആദർശത്തിന്റെ അഴകും അലങ്കാരവും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രണ്ടാമതൊരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു എനിക്ക് നൽകിയ ഈ വെളിച്ചമാകുന്നു, ഈ ആദർശമാകുന്നു, ഈ രക്ഷയുടെ വാതായനമാകുന്നു എനിക്കവൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് യാതൊരു ശങ്കക്കും ഇടയില്ലാതെ പറയുവാൻ കഴിയുന്നവനാണ് വിശ്വാസി, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ. വല്ലദീന കഫറു യഅകുലൂന വയതമത്തഊന കമാ തഅകുലുൽ അൻആം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാകാതെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ആളുകൾ കന്നുകാലികളെ പോലെയാകുന്നു. അന്ന് ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. കന്നുകാലികളെ പോലെയാകുന്നു. കന്നുകാലികളുടെ ഒരു പ്രത്യേകത, അവക്ക് ജീവിതത്തിൽ നിയമങ്ങൾ ബാധകമല്ല. ജീവിതത്തിൽ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു വർഗമാകുന്നു കന്നുകാലികൾ, നാൽക്കാലി മൃഗങ്ങൾ. അവക്ക് നിർദ്ദേശങ്ങളില്ല. ഇന്ന കാര്യമേ ചെയ്യാവൂ, ഇന്ന കാര്യം ചെയ്യരുത് എന്ന നിർദ്ദേശം അവക്കില്ല. ഇതേപോലെ ഈ കന്നുകാലികളുടെ ജീവിതത്തിന് സമാനമായ ജീവിതം നയിക്കുന്ന ആളുകളാകുന്നു ഈ ആദർശത്തെ നിഷേധിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, പരലോകത്തെ തിരിച്ചറിയാത്ത, വിശുദ്ധ ഖുർആനെ വെളിച്ചമായി മനസ്സിലാക്കാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതനായി അംഗീകരിക്കാത്ത മനുഷ്യരുടെ അവസ്ഥ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ അതിൽ നിന്ന് മുക്തരായ ആളുകളാണ്. ഒരു 60-70 വയസ്സ് പ്രായം കാലഘട്ടം മാത്രമാണ് നമുക്ക് അള്ളാഹു ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമൂഹത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 65 വയസ്സ് കൂട്ടാം. അതും യാതൊരു തടവുമില്ലാതെ തട്ടുമില്ലാതെ ദണ്ണങ്ങളും ദീനവും വരാതെ മര്യാദക്ക് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് സുഖമായി ജീവിക്കാൻ സാധിക്കുക. അതിനിടയിൽ എന്തും സംഭവിക്കാം. അതിൽ തന്നെ മനുഷ്യന്റെ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ പകുതി ഭാഗവും അവൻ ഉപയോഗിക്കുന്നത് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്.
അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതം തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അവനറിയാതെ അവന്റെ യൗവനം പോലും കഴിഞ്ഞിട്ടുണ്ടാവും. വാർദ്ധക്യം നമ്മളറിയാതെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എപ്പോഴാണ് കൗമാരവും ബാല്യവും പിന്നിട്ടത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ് റൂമിലിരിക്കുന്ന സഹോദരന്മാർ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെയൊക്കെ ബാല്യവും കൗമാരവും പലരുടെയും യൗവനവും ഒക്കെ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ പച്ച പിടിച്ച നിമിഷങ്ങളാണ് ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ എന്നും അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന കമന്റുകൾ അതിന്റെ മാധുര്യത്തെക്കുറിച്ചാണ്, നഷ്ടബോധത്തെക്കുറിച്ചാണ്, മനോഹരമായ ഓർമ്മകളെ കുറിച്ചാണ് പലരും പങ്കുവെച്ചത്. അപ്പൊ നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. പിന്നീട് അതൊക്കെ അറിയാതെ അങ്ങ് പോകും. പിന്നെ നമുക്കുണ്ടാവുക ഏറിപ്പോയാൽ ഒരു 20 25 വർഷമാകും. അതിനിടയിൽ നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിനിടയിൽ നമ്മളറിയാതെ ഒരു നിമിഷം അള്ളാഹുവിന്റെ വിധി നമ്മളെ തേടി വരും. വളരെ ചുരുങ്ങിയ ആയുസ്സുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത ഒരു സത്യവിശ്വാസിയെ എപ്പോഴും പിടിച്ചുലക്കേണ്ടുന്ന, എനിക്കിനി എത്രയുണ്ട്, ചുറ്റുപാടുകളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് ഓരോ ആളുകൾ മരിച്ചു പോകുമ്പോഴും ഓരോ മരണവും ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള വലിയ ഗുണപാഠങ്ങളാണ്, നമുക്കുള്ള ചിന്തയാണ് നൽകേണ്ടത്. ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞ ഒരു സാരോപദേശ കഥയുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള. വന്യമൃഗത്തിന്റെ മുമ്പിൽ ചെന്ന് പെട്ട ഒരു യാത്രക്കാരൻ, അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് അയാൾ ഒരു കിണറ്റിൽ ചെന്ന് വീഴുന്ന ഒരു സാരോപദേശ കഥ ഇമാം ഗസാലി റഹിമഹുല്ലയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ആ കിണറ്റിലേക്ക്, ആ പൊട്ടൻ കിണറ്റിലേക്ക് വീഴുന്നതിനിടയിൽ അയാൾക്കൊരു പിടിവള്ളി, താൽക്കാലികമായ ഒരു രക്ഷ, താഴോട്ട് പോകുന്ന ആ പോക്കിൽ താൽക്കാലികമായ ഒരു പിടിവള്ളി കിട്ടുകയാണ്. ആ പിടിവള്ളിയിൽ അയാൾ പിടിച്ചു നിൽക്കുന്നു. ആ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് കിണറ്റിന്റെ താഴോട്ട് നോക്കുന്ന സമയത്ത് അയാൾ കാണുന്നത് ആ കിണറ്റിന് താഴെ ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പങ്ങളെയാണ്. മുകളിൽ വന്യമൃഗം തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി പല്ലിളിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആ വള്ളിയത, അദ്ദേഹത്തിന്റെ ഏകരക്ഷാമാർഗമായ വള്ളിയുടെ ഒരു ഭാഗം കറുത്തതും വെളുത്തതുമായ 2 എലികൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഏത് സമയവും അദ്ദേഹം താഴോട്ട് പതിക്കാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യൻ ആകെയുള്ള രക്ഷയുടെ തുരുമ്പായ, രക്ഷയുടെ ആകെയുള്ള ആശ്വാസമായ ഈ പിടിവള്ളി കറുപ്പ് നിറവും വെളുപ്പ് നിറവുമുള്ള എലികൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭയത്തോടു കൂടിയായിരിക്കും ആ മനുഷ്യന്റെ നിമിഷങ്ങൾ മുന്നോട്ട് പോകുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ സമയത്ത് ഹൃദയം പൊട്ടിത്തകർന്നു പോകുന്ന ഭയത്തോടുകൂടി ആ പിടിവള്ളിയിൽ പിടിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തേനിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നത്. കാടാകുമ്പോൾ മരങ്ങൾക്ക് മുകളിൽ തേനീച്ചക്കൂടുകൾ ഉണ്ടാവും. അപ്പൊ ആ തേനീച്ചക്കൂട്ടിൽ നിന്നോ മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നോ തേൻ തുള്ളികൾ അയാളുടെ അധരങ്ങളിലേക്ക് ഇറ്റി വീഴുകയാണ്. ആ മനുഷ്യൻ ആ തേൻ തുള്ളികളുടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആ പിടിവള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുനോക്കൂ. ഇതേപോലെയാകുന്നു. എത്ര നൈമിഷികമാണ്, എത്ര നിസ്സാരമാണ്. അപ്പോ വളരെ കുറച്ചു സമയമാണ് അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ്. ഈ സമയത്തെ എങ്ങനെ സാർത്ഥകമായി ഉപയോഗപ്പെടുത്താം എന്നിടത്താണ് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെയും പ്രബോധനത്തിന്റെയും ഈ മേഖലയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സേവനത്തിന്റെയും പ്രാധാന്യം കടന്നു വരുന്നത്. ഏത് സമയവും ഒരു തിരിച്ചുവിളി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മെ തേടി വരാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ
വളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ചെറിയ സമയത്തിനിടയിൽ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വളണ്ടറി വർക്കാണ്. ആരും നമുക്കതിനു വേണ്ടി ശമ്പളം തരുന്നില്ല. നമ്മൾ ഒരു സംഘടനാ പ്രവർത്തകനാകാത്തത് കൊണ്ടോ, പ്രബോധകനാകാത്തത് കൊണ്ടോ, ഭാരവാഹിയാകാത്തത് കൊണ്ടോ, മെമ്പറാകാത്തത് കൊണ്ടോ, ഖുർആൻ ലേണിംഗ് സ്കൂളിലെ പഠിതാവാകാത്തത് കൊണ്ടോ നമ്മുടെ മേലിൽ ഇവിടത്തെ ഏതെങ്കിലും അധികാരികള് നടപടിയെടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഒരു സന്നദ്ധ പ്രവർത്തനം ആർക്കു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത്. അത് നമുക്ക് വേണ്ടി തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് എന്റെ എല്ലാ തിരക്കുകളും അവസാനിച്ച് എനിക്ക് ഈ പ്രവർത്തനത്തിലൊക്കെ കണ്ണിയാകാം എന്ന് ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അതിന് കഴിയില്ല. ജീവിതത്തിൽ കഴിയുകയില്ല. പലപ്പോഴും പലരെയും കാണുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കാറുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നെ കാണുന്നില്ലല്ലോ, മറ്റേ പരിപാടി കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്തേ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള മറുപടി സമയമില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റിനും ആദിവാസി ബാലനും ഒക്കെയുള്ളത് 24 മണിക്കൂർ തന്നെയാണ്. അതിനിടയിലാണ് അവരെല്ലാവരും വ്യത്യസ്തമായ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാം കഴിഞ്ഞ് ഒന്നിനും സമയമുണ്ടാവുകയില്ല. അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ പിടിവള്ളി കാർന്നു നിന്ന എലികൾ എത്ര വേഗത്തിലാണോ ആ മനുഷ്യനെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്, അതേപോലെ ജീവിതത്തിലെ മധുരങ്ങൾ നമ്മളറിയാതെ നമ്മുടെ സമയത്തെ അപഹരിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥക്ക് മുമ്പായി സഹോദരന്മാരെ ആദർശരംഗത്ത് നമ്മുടെ സേവനങ്ങൾ അർപ്പിക്കുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മതമെന്ന് പറഞ്ഞാൽ കുറെ ആരാധനാകർമ്മങ്ങൾ മാത്രം അടങ്ങിയതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കർമ്മങ്ങളോ മറ്റെന്തെങ്കിലും ആഹഭാവാദികളോ മാത്രം ഉൾക്കൊള്ളുന്നൊരു മതമല്ലല്ലോ. കർമ്മങ്ങളുണ്ട് ഇസ്ലാമിൽ. ചിട്ടകളും പ്രവർത്തനങ്ങളും നിർബന്ധമായി നാം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിനപ്പുറം ഒരു ബാധ്യത എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഒരു ബാധ്യത എന്ന നിലയിൽ ഒരു വസിയ്യത്താണ്. വാപ്പ മരിക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞൊരു വസിയ്യത്ത്. അപ്പൊ മക്കള് വാപ്പ മരിക്കുമ്പോ പറഞ്ഞ വാപ്പാന്റെ അവസാനത്തെ വസിയ്യത്താണ്. വാപ്പയോട് സ്നേഹമുള്ള മക്കളൊക്കെ അത് കഴിവിന്റെ പരമാവധി പ്രയോഗവൽക്കരിക്കാനും തങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പിലാക്കാനും ശ്രമിക്കും. ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വസിയ്യത്താണ്. പ്രവാചക തിരുമേനിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരാൾ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ് ആ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നതിന് അയാൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ആദർശ വീതിയിലുള്ള അയാളുടെ സേവനം എന്ന് പറഞ്ഞാൽ. അതൊരു ഔദാര്യമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കടമ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണമെങ്കിൽ സഹോദരന്മാരെ ഒരിക്കലും നഷ്ടമാകാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ സേവനം ഇവിടെ അർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകുവാൻ, ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ, അലസത മാറിക്കിട്ടുവാൻ, ജീവിതത്തിൽ തവക്കുൽ ബോധമുണ്ടാകുവാൻ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്ക് അവസരമുണ്ടാകുവാൻ. അബൂ മുസൽ അശ്ശരിയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഇസ്ലാമികമായ ജീവിതവും അതേപോലെ തന്നെ പലായനവും യുദ്ധവും പോരാട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രതിഫലമായി തീരുകയില്ലേ? പരലോകത്ത് അള്ളാഹു നമ്മുടെ കണക്ക് പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി നമുക്കത് ലഭിക്കുകയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂ മുസൽ അശ്ശരിയോട് ചോദിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അബൂ മുസൽ അശ്ശരി പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, സമരം ചെയ്തു, നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു, അതേപോലെ തന്നെ ധാരാളം നന്മകൾ പ്രവർത്തിച്ചു. നമ്മിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ നമസ്കരിക്കുക, മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ആ മദ്യപാനം അവസാനിപ്പിക്കുക,
കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത, അതിന്റെ വിലയറിയാത്ത മനുഷ്യൻ നമ്മൾ കാരണമായി അയാളുടെ കുടുംബ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക. സാമ്പത്തിക രംഗത്ത് യാതൊരു സൂക്ഷ്മതയുമില്ലാത്ത ഒരാൾ അയാളുടെ സാമ്പത്തിക വിനിയോഗത്തിൽ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം പ്രത്യക്ഷമോ പരോക്ഷമോ ആയി നമ്മളറിയില്ല. നമ്മുടെ ശാഖയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ പ്രസംഗിക്കുന്നില്ല. പക്ഷേ ആ പ്രസംഗം ഇരുട്ടിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് നല്ല ഹൃദയമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ കേട്ട് അയാൾക്കൊരു മാറ്റം ഉണ്ടായാൽ മതി. നമ്മൾ അറിയുകയില്ല, ഒരുപക്ഷെ ആ മനുഷ്യനെ ജീവിതത്തിൽ നമ്മൾ കാണുക പോലുമില്ല. നമ്മൾ എഴുതിയ ഒരു ലേഖനമോ, നമ്മൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയോ, നമ്മൾ അംഗമായി പോയ ഒരു ദഅവാ സ്ക്വാഡോ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് സത്യത്തിൽ നമുക്കുള്ള സമ്പാദ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മുസ്ലിം അശ്ശരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണ്: നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു, നന്മകൾ പ്രവർത്തിച്ചു. നമ്മിലൂടെ ഒരുപാട് മനുഷ്യന്മാർ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴി മനസ്സിലാക്കുകയും അങ്ങോട്ട് കടന്നു വരികയും ചെയ്തു. അതിനെല്ലാം നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതാണ്. ആ പ്രതീക്ഷയാണ്. എന്തുണ്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ? നമ്മൾ രാത്രി മലർന്നു കിടന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മുസ്ലിം അശ്ശരി പറഞ്ഞ ഈ മറുപടി മുഖവിലക്ക് എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തുണ്ട്? ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം ആ പ്രതിഫലം ലഭിക്കുകയും അങ്ങനെ നേട്ടകോട്ടങ്ങളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുവാൻ അള്ളാഹു സഹായിക്കുകയും ചെയ്തെങ്കിൽ മതിയായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവസാനമായി പറയുന്നുണ്ട്. പ്രതീക്ഷയാണ്. പ്രതിഫലം തരേണ്ടവൻ പടച്ചവനാണ്. പക്ഷേ പടച്ചവനെ എനിക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഏതാനും ചില കാര്യങ്ങളെങ്കിലുമുണ്ട്. ഒരു നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ ഒരാൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിന് അയാൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യമാണ്. 5 സമയം കൃത്യമായി ഒരാൾ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അല്ല. അത് ഇസ്ലാമിൽ അയാള് മെമ്പറാകണമെങ്കിൽ അയാൾക്കുണ്ടാകേണ്ട മിനിമം ക്വാളിഫിക്കേഷനാണ്. മറിച്ച് അങ്ങനെ ചെല്ലുന്നവർക്ക് മാത്രമേ മുസ്ലിം എന്ന മേൽവിലാസത്തിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ എന്തുണ്ട് പ്രത്യേകമായി സമർപ്പിക്കാൻ എന്നിടത്താണ് സഹോദരന്മാരെ ആദർശരംഗത്തുള്ള നമ്മുടെ സേവനങ്ങൾ നമ്മൾ വലുതായി കാണേണ്ടത്. അള്ളാഹുവിനോട് നമുക്ക് ബാധ്യതയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബാധ്യതയുണ്ട്, മുസ്ലിങ്ങളോട് ബാധ്യതയുണ്ട്. അതിനു പുറമെ എല്ലാ മനുഷ്യരോടും നമുക്ക് ബാധ്യതയുണ്ട്. മനുഷ്യർക്കപ്പുറം ഈ ഭൂമിയിലുള്ള മുഴുവൻ ജന്തുജാലങ്ങളോടും ജീവിവർഗങ്ങളോടും നമുക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ 5 ബാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള 5 തരം ബാധ്യതകളാണ്. അള്ളാഹുവോടുള്ള ബാധ്യത ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത രണ്ടാമതായി. അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സഹോദരന്മാർ എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തോട് പ്രത്യേകിച്ചുള്ള ബാധ്യതയുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അവർ സഹോദരങ്ങളാകുന്നു, ഏകോദര സഹോദരങ്ങളാകുന്നു. ലോകത്തുള്ള മതവും ജാതിയും വർഗവും വർണ്ണവും നോക്കാതെ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ മനുഷ്യരോടും നമുക്ക് ബാധ്യതയുണ്ട്. സ്നേഹവും കരുണയും ദയയും പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ നമ്മൾ എല്ലാ മനുഷ്യർക്കും വകവെച്ചു കൊടുക്കണം. അതിനുമപ്പുറം ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും ബാധ്യതയുണ്ട്. ഇങ്ങനെയാണ്, എല്ലാ ജീവജാലങ്ങളോടും ബാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല പല രൂപത്തിലും പല ഭാവത്തിലും പല ശൈലിയിലുമൊക്കെ മനുഷ്യന്റെ രക്തഗ്രൂപ്പ് പോലും അവന്റെ സ്വഭാവം നിർണയിക്കുന്നുവെന്നാണ്. ആദർശ വീതിയിൽ നിൽക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മനുഷ്യന്മാരൊക്കെ അള്ളാഹു ഒരേമാതിരി സൃഷ്ടിച്ചിട്ടില്ല.
താൻ സമൂഹത്തിലിറങ്ങി തന്റെ ബാധ്യതകൾ നിർവഹിക്കുന്ന സമയത്ത് ഈ വൈജാത്യങ്ങളെല്ലാമുള്ള സമൂഹത്തെയാണ് താൻ നേരിടേണ്ടി വരിക. അങ്ങനെയുള്ള സമൂഹത്തെയാണ് കാണേണ്ടി വരിക. അവന്റെ രക്തഗ്രൂപ്പ് പോലും അവന്റെ സ്വഭാവത്തിൽ വൈജാത്യം ഉണ്ടാക്കുന്നു എന്നാണ്. ആദർശം മുറുകെ പിടിക്കുമ്പോഴും ആദർശത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും ഏറ്റവും വലിയ ആദർശവാദിയായി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അംഗീകരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്മാർക്കിടയിൽ വിവിധ സ്വഭാവക്കാരുണ്ട്, പല രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ സൂര്യൻ, അവന്റെ ഭൂമിയിലുള്ള മണ്ണ്, ഒരേ സൂര്യൻ ഒരേ മണ്ണിൽ വെളിച്ചം നൽകി ആകാശത്തുനിന്ന് വർഷിക്കുന്ന ഒരേ മഴ പെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് മുളച്ചു പോകുന്നത് പലതരത്തിലുള്ള ചെടികളാണെന്ന്. ആ പലതരത്തിലുള്ള ചെടികളിൽ കായ്ക്കുന്നത് പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളാണ്. അവയിൽ നിന്ന് പുഷ്പിച്ചു പുറത്തേക്ക് വരുന്നത് പല വർണ്ണങ്ങളും പല ഗന്ധങ്ങളുമുള്ള പുഷ്പങ്ങളാണ്. ഇത് അള്ളാഹുവിന്റെ സിബഅത്തുല്ലാ, അള്ളാഹുവിന്റെ വർണ്ണപ്രപഞ്ചം എന്നൊരു പ്രയോഗം ഖുർആനിൽ. പക്ഷികളെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറഞ്ഞില്ലേ, ചുറ്റുപാടിലേക്ക് നോക്കാൻ പറഞ്ഞില്ലേ. ഈ വൈജാത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഏകശിലാരൂപം ഒരിക്കലും മനുഷ്യ സമൂഹത്തിനില്ല. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മത വാഹിദ. വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം ഒരച്ചിൽ കോർത്ത പോലെ സൃഷ്ടിക്കുവാൻ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടൊന്നല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത തന്നെയാണ് ഈ വൈജാത്യങ്ങൾ. ആ വൈജാത്യങ്ങളിലും പടച്ചോൻ പറഞ്ഞു കൊടുത്തതാ, നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ ഒന്നിക്കാം. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ ബലാത്കാരമില്ല. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. മനുഷ്യന്മാര് ഇങ്ങനെ പല ചേരിയിലായിക്കൊണ്ടേയിരിക്കും, പല തട്ടിലായിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും എന്നത് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമാണ്. അപ്പൊ സ്വന്തം കാഴ്ചപ്പാട് അംഗീകരിക്കാത്തവരൊക്കെ ശത്രുക്കളാവുക. ഞാൻ പറയുന്നത് മാത്രം, ഞാൻ എന്ന പ്രയോഗം സത്യത്തിൽ അഹംഭാവത്തിന്റെ പ്രതീകമാണെന്ന് ഈ ക്രിസ്തുമത വിശ്വാസികൾ ഉപയോഗിക്കുന്ന കുരിശിന്റെ ഒരു തത്വശാസ്ത്രപരമായ വശം സാധാരണ പറയാറുള്ളത്, ഞാൻ അതിന്റെ നേർക്കുനേരുള്ള കാര്യമല്ല പറയുന്നത്, അതിനെ തത്വശാസ്ത്രപരമായി ക്രൈസ്തവ ചിന്തകന്മാർ വിശദീകരിക്കാറുള്ള ഒരു ഭാഗം, ഐ എന്ന് പറയുന്ന ഭാവത്തെ അത് കട്ട് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതിയിട്ട് അതിനങ്ങണ്ട് കട്ട് ചെയ്താൽ ഒരു കുരിശ കിട്ടുക. ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്ന ഒന്നാകുന്നു എന്ന് പറയാറുണ്ട്. ഞാനെന്ന ഭാവം ഒരിക്കലും തന്നെ ആദർശവീതിയിൽ നിലകൊള്ളുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമായി അയാളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നാകുന്നു. അതുകൊണ്ടാണ് ശൈലി ഏറ്റവും പ്രധാനമാണ് എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു വിഭിന്നരായി സൃഷ്ടിച്ച, അള്ളാഹു വൈജാത്യത്തോടുകൂടി ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ സൃഷ്ടികൾക്കിടയിൽ ആ വൈജാത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്റെ വിശ്വാസം പറയുവാനും പകർന്നു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അത് നൽകിയിട്ടുണ്ടെന്നുള്ള. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ, നമ്മൾ സാധാരണ ആലങ്കാരികമായി പറയാറുള്ള വാക്കാ, പക്ഷേ കറക്റ്റാണത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ല. അത് ഇല്ലാതാക്കുന്ന, ലോകത്ത് ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ വേറൊരു മനുഷ്യനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല, ഫിറഔൻ അല്ലാതെ. വിശുദ്ധ ഖുർആന്റെ ഓരോ അക്ഷരങ്ങൾ വെക്കാനുള്ള സ്ഥലവും എത്ര വിലപ്പെട്ടതാ. ആ ഖുർആനില് ഫിറഔന്റെ പേര് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണത്? നരകാവകാശി, രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞ, നരകാവകാശിയാണെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി ചരിത്രം അംഗീകരിച്ചിട്ടുള്ള ഫിറഔന്റെ പേര് ഖുർആനിൽ കുറെ സ്ഥലത്തുണ്ട്. വിലപ്പെട്ട ഖുർആന്റെ സ്പേസുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ? അങ്ങനെ ആവാതിരിക്കാനാണ്. ആ ഫിറഔന്റെ അടുത്തേക്ക് ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി
വലാ തനിയാ ഫീ ദിക്രി. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നതാണ്, നിങ്ങൾ പോകൂ, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഅ, നിങ്ങൾ രണ്ടാളും പോകൂ അവന്റെ അടുത്തേക്ക്, അവനോട് പോലും നിങ്ങൾ സംസാരിക്കേണ്ടത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, മയത്തിൽ സംസാരിക്കാൻ, സ്നേഹത്തോടുകൂടി സംസാരിക്കുവാൻ, ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ പറയുവാനാ പറഞ്ഞു, പോക്കിരിടം കാണിക്കാനല്ല. ആദർശം എന്ന് പറയുന്നത് ഉന്നതമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹോന്നതമായ ഒരു സമ്മാനമാണത്. അത്ര ഉന്നതമായ ഒരു കാര്യം ആളുകളോട് പറയേണ്ടതും ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലും ഉന്നതമായ ശൈലിയിലുമായിരിക്കണം, അലിവോടുകൂടിയായിരിക്കണം, ആദരവോടുകൂടിയായിരിക്കണം, ഹൃദയത്തിൽ നിന്നായിരിക്കണം വരേണ്ടതെന്നാണ്. ഹൃദയത്തിൽ നിന്ന് വരാതെ വാക്കുകൾ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന വർത്തമാനങ്ങൾക്ക് ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. മനുഷ്യന്മാരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അവരുടെ ശരീരത്തിലല്ലുള്ളത്. മനുഷ്യന്മാരുടെ മനസ്സിലാണ് ശിർക്കും അന്ധവിശ്വാസവും ഖുറാഫാത്തും കുഫറുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് മനസ്സിനോട് സംവദിക്കേണ്ടുന്ന ശൈലിയുണ്ട്. അത് മനസ്സിൽ നിന്നാണ് പറിച്ചു കളയേണ്ടത്, അവരുടെ കാതുകളിൽ നിന്നല്ല. കാതുകളിൽ നിന്നാണ് പറിച്ചു കളയേണ്ടതെങ്കിൽ ഒച്ച ഉണ്ടാക്കിയാൽ മതി. അവരുടെ കണ്ണുകളിൽ നിന്നാണ് അത് പറിച്ചു കളയേണ്ടതെങ്കിൽ വലിയ പോസ്റ്റർ എഴുതി ചുമരത്ത് എഴുതി ഒട്ടിച്ചാൽ മതി. അടന്നൊന്നല്ലല്ലോ. മനുഷ്യരുടെ മനസ്സിലാണ് ശിർക്കും കുഫറും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളതാണ്. ആദർശം ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഉഴുതുമറിക്കുവാനുള്ളത് മനുഷ്യന്മാരുടെ മനസ്സിലാണ്. മഹാനായ അമാനി മൗലവി റഹിമഹുല്ലയെ കുറിച്ച് ഇത്തിഹാദ് ശുബ്ബാൽ മുജാഹിദീൻ ഒരു സെമിനാർ നടത്താൻ പോവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയറിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 15-ാം തീയതി. അമാനി മൗലവി തന്റെ മക്കൾക്ക് തന്റെ ജീവിത സന്ദേശമായി എഴുതി വെച്ച വസിയത്തിൽ പറയുന്ന ഒരു ഭാഗം വായിക്കാൻ നമുക്കൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ടാവും. പ്രിയപ്പെട്ട PMA ഗഫൂർ അദ്ദേഹത്തിന്റെ എഴുത്തിൽ അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അമാനി മൗലവി പറഞ്ഞ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. അമാനി മൗലവിയുടെ വസിയത്ത് നമ്മൾ മനസ്സിൽ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് മാത്രമുള്ള വസിയത്തല്ല, നമുക്കൊക്കെയുള്ള വസിയത്താണ്. ഓരോരുത്തർക്കും ചില ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിരിക്കും. ദോഷത്തിൽ മറ്റുള്ളവർ ഏകാഭിപ്രായക്കാരും ഗുണങ്ങളിൽ ഏകോപിക്കാൻ കഴിയാത്തവരുമായിരിക്കും. ദോഷത്തെ ശ്രദ്ധിച്ച് ഗുണം ഉപയോഗപ്പെടുത്തിയാൽ എല്ലാവർക്കും നന്മ വരും, ഇല്ലെങ്കിൽ കൂടുതൽ തിന്മയും വരും. ഒരാൾക്ക് ഒരാളോട് അധികം സ്നേഹമുണ്ടെങ്കിൽ അയാളെപ്പറ്റി സ്തുതി പറയുന്നതും, ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്നതും വിശ്വസിക്കരുത്. നമ്മുടെ ആദർശത്തിന്റെ വഴിത്താരയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പദപ്രയോഗങ്ങളാണ്. അതിൽ സത്യം കുറഞ്ഞിരിക്കും. ആര് പറഞ്ഞുവെന്നും എപ്പോൾ പറഞ്ഞുവെന്നും നോക്കാതെ പറയുന്ന കാര്യം അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. അമാനി മൗലവി പറയാം. ഇത് അമാനി മൗലവിയുടെ വില്ലാണ്. വില്ല് എന്ന് പറഞ്ഞാൽ വസിയത്താണ്. എങ്ങനെ? ആര് പറഞ്ഞുവെന്നും ആളല്ല നോക്കണ്ട. ആര് പറഞ്ഞുവെന്നും എപ്പോൾ പറഞ്ഞുവെന്നും നോക്കാതെ പറയുന്ന കാര്യം അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഉപദേശിക്കുന്നവന്റെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും അതിനെതിരെ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകരുത്. ഒരാളിൽ നിന്ന് ഒരു നല്ല കാര്യം കേട്ടാൽ മുമ്പൊന്നും പറഞ്ഞില്ല എന്ന് കരുതി നിരസിക്കരുത്. ഈ ദുനിയാവിൽ ഒരാളെപ്പോലെ മറ്റൊരാളോ ഒരു ഗുണവുമില്ലാത്തവരോ ഇല്ല. എല്ലാ മനുഷ്യരെ കൊണ്ടൊരു ഗുണമുണ്ടാവും. ഈ ദുനിയാവില് ഒരാളെപ്പോലെ മറ്റൊരാളില്ല. ഒരാളിന്ന് ഉണ്ടാകുന്ന അതേ പ്രവർത്തനം നമ്മൾ വേറൊരാളിന്ന് പ്രതീക്ഷിക്കരുത്. മറ്റേയാള് പെരുമാറിയത് പോലെ തന്നെ ഇയാളും പെരുമാറണം എന്ന് വിശ്വസിക്കരുത്.
ഞാൻ പെരുമാറുന്നത് പോലെ തന്നെ അയാളും പെരുമാറണമെന്ന് ആഗ്രഹിക്കരുത്. ഈ വൈജാത്യം ഉൾക്കൊള്ളാതിരിക്കരുത്. ഇത് ദീനിലും ദുനിയാവിലും വേണ്ടപ്പെട്ട കാര്യമാണ്. അവസാനം അദ്ദേഹം പറയുന്നത്, ദോഷങ്ങളില്ലാത്തവൻ അള്ളാഹു മാത്രമേയുള്ളൂ. ദോഷങ്ങളില്ലാത്തവൻ അള്ളാഹു മാത്രമേയുള്ളൂ. തനിക്ക് ദോഷങ്ങളില്ലെന്ന് കരുതുന്നവനോട് അടുക്കരുതേ. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്കൊരു കുഴപ്പമില്ല. ആദർശരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതായാലും പറ്റിയ സ്വഭാവമല്ലാതെ എന്ന് അമാനി മൗലവിയുടെ ഈ ഉപദേശം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കണം. ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ പിൻബലം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ആദർശവീതിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ്. ഏത് പ്രതിസന്ധിയിലും ആ ഈമാൻ നമുക്ക് തുണയായി വരും. നമ്മുടെ ശരീരം ഒലഞ്ഞു പോയാലും ക്ഷീണിച്ചാലും ശരീരം തകർന്നാലും നമ്മുടെ മനസ്സ് തകരുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ആ ഈമാന്റെ ശക്തി കൊണ്ടാണ്. ഫറോയും ഫറോവയുടെ എണ്ണിയാലൊടുങ്ങാത്ത സൈന്യവും ഇസ്രായേൽ മക്കളുടെയും മൂസാ നബി അലൈഹി സ്വലാമിന്റെയും പിറകെ ആർത്തലച്ച് തിരമാലകളെ പോലെ വന്നപ്പോൾ മുമ്പിലെ സമുദ്രം ഒരു പ്രതിസന്ധിയായി മൂസാ നബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും തോന്നാതിരുന്നത് പടച്ചവൻ സഹായിക്കും എന്നുള്ള ആദർശബോധം കൊണ്ട് തന്നെയാണ്. അത് വെറുതെ കിട്ടുകയില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പരിശോധിച്ചാൽ ഭൗതികമായ കൗതുകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഹൃദയങ്ങളിൽ ഈ ഈമാനിന്റെയും തഖ്വയുടെയും രുചി അറിയാത്ത ആളുകൾ, ലദ്ദത്തുൽ ഈമാൻ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ലദ്ദത്തുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ രുചിയാണത്, മധുരമാണ്. ലോകത്ത് ഇത്ര മധുരമുള്ള ഒരു വസ്തുവില്ല. ആ മധുരമുള്ള വസ്തു അവരുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പക്ഷേ ഭൗതികമായ കൗതുകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഈമാനിന്റെയും തഖ്വയുടെയും രുചി അറിയാതെ ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ചിലപ്പോൾ നമ്മളൊന്ന് തട്ടി വിളിച്ചാൽ മതി, അവർക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ശരീരത്തിന്റെ മോഹങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാലത്ത് നീ എന്നെ കാക്കണമേ എന്ന ഒരു പ്രാർത്ഥന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ശരീരത്തിന്റെ മോഹങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു കാലം വരുന്ന, ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറാം. ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മനസ്സ് പോവുക. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് തളച്ചിടാനുള്ള ഏറ്റവും വലിയ കുറ്റിയാണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ആദർശ രംഗെന്ന് പറഞ്ഞാൽ, പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്വയം വിചാരണയുടെ സന്ദർഭങ്ങൾ പെരുകേണ്ട ജീവിതമാണ് നമ്മുടേത്. നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയരാകേണ്ടവരാണ്. ആരെക്കാളും അധികം സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ഒരു പ്രബോധകൻ, ഒരു ഇസ്ലാഹി പ്രവർത്തകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അയാള് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്, മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ പരിശ്രമിക്കുന്ന ആളാണ്, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതിനിടയിൽ ഒരു സ്വയം വിചാരണ എപ്പോഴും അയാൾ നടത്തേണ്ടതുണ്ട് എന്നാണ്. എപ്പോഴും സ്വയം